തീർന്നോ? ആ എടോ ഇതും കൂടി കഷ്ണം വെച്ചിട്ട്. അതെ ഇത് മാടിന് തിന്നാനുള്ളതല്ല, മനുഷ്യന് തിന്നാനുള്ളതാണ്. ഒന്നും കൂടി നുറുക്ക്. അയ്യാ 25 തേങ്ങ തിരുമിയിട്ട് ഇത്രേ ഉള്ളോ? ബാക്കി എവിടെ? കാലിനടിയിലെടുത്തിട്ടിരിക്കും. ഇങ്ങോട്ട് എടുക്കണോ? കള്ള കോമരം. ആ എനിക്ക് ലേശം കള്ളത്തരമുണ്ട് കേട്ടോ. ആ എടോ പരിപ്പ് ചമലിന് കാച്ചു മേടിച്ചിട്ട് ഇതൊന്നിനും വായിക്കുന്നു. ഇത് മുഴുവൻ വായിച്ചിട്ട് താൻ പുതിയ നോവൽ എഴുതാൻ പോവാ? കഴിഞ്ഞ ലക്കത്തിൽ തുടങ്ങിയ പിരിമുറുക്കോ ഈ ലക്കം വായിച്ചില്ല ശ്വാസം മുട്ടും. താൻ കഴിഞ്ഞ പാചകത്തിനെ എനിക്കൊരു ശ്വാസം മുട്ടലും പിരിമുറുക്കും ആയിരുന്നു. ഈ പോക്ക് പോവാണെങ്കിലേ അവസാനം താൻ പട്ടിണി കിടന്ന് പിരിമുറി ചത്തുപോകും. വായനൊക്കെ നിർത്തിട്ട് ഇതൊരു അടുപ്പത്ത് വെക്കണോ? പാചകത്തിന് കാശം പിടിച്ചിട്ട് കളിക്കാൻ വന്നിരിക്കുക. ആഹാ കണ്ടിട്ട് കുറെ നാളായല്ലോ. ഇരിക്കുന്നു. പിന്നെ എന്തൊക്കെയുണ്ടാ വിശേഷങ്ങൾ ആ കസരയുടെ? സുധാരേട്ടനെയും തങ്കക്കുട്ടിന്റെയും വിശേഷങ്ങള് ഞാൻ അന്വേഷിച്ചറിയാറുണ്ട്. തങ്കക്കുട്ടൻ നിങ്ങളുടെ വീട്ടിനടുത്ത് താമസം മാറിയില്ലേ? അവനീ മങ്കുറിഞ്ഞി അടിച്ചാണല്ലോ രാത്രി. മങ്കുറിഞ്ഞോ? തന്നി പ്രഭയ്ക്ക് ഒറ്റയ്ക്ക് താമസിക്കാൻ ഒരു പേടി. അവരുടെ പരിസരം അത്ര ശരിയല്ല. അതുകൊണ്ട് എന്റെ വീടിനടുത്ത് ഞാൻ ഒരെണ്ണം സെറ്റപ്പ് ചെയ്തു. അതേതായാലും നന്നായി. ഓട്ടത്തിനിടയ്ക്ക് ഞാൻ വന്നത് ഒരു പ്രധാന കാര്യം ചർച്ച ചെയ്യാനാണ്. എന്താ ജയശ്രീ പണി പോയോ? അതല്ല. പിന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം, അല്പം വിശദമായിട്ട് സംസാരിക്കാം. അയ്യോ എനിക്ക് ഇവിടെ ഇത്തിരി പണി കൂടി ഉണ്ടല്ലോ. ഞാൻ കൂടെ സഹായിക്കാം. വേണ്ട കൃഷ്ണ, ആ പപ്പടം ഒന്ന് കാച്ചി വെച്ചേക്ക്. ഞാൻ പുറത്തു പോയിട്ട് ഇപ്പൊ വരാം.